ഇതുവരെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സംഭവമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുക എന്നത്. അത് ഇന്നലെ സാധ്യമായിട്ടുണ്ട്. ഈ പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് ക്രൈസ്തവർക്കിടയിൽ ഒരു തേരോട്ടം, ക്രൈസ്തവരെ ഒപ്പം ചേർക്കുക എന്നുള്ളൊരു വിശാലമായ സാഹചര്യത്തിലേക്കാണ് BJP കടക്കുന്നതെന്ന് വേണ്ട ഇന്നലത്തെ ഒരു സംഭവം മനസ്സിലാക്കാൻ. തീർച്ചയായും ഭവ്യ, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മണിപ്പൂർ കലാപമടക്കമുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാർ നിസ്സംഗമായ നിലപാട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചതിലൂടെ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുകയാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ജനുവരി 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന. MS അനീഷ് കുമാറിലേക്ക് ഉടനെത്താം. എന്തായാലും ഈ മണിപ്പൂർ വിഷയമടക്കം ഒരു പരിധിവരെ ക്രൈസ്തവരെ BJPയിൽ നിന്ന് അകറ്റി എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊരു മാറ്റം വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഒരു പക്ഷേ ആദ്യമായി പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ ക്രൈസ്തവർക്കായി ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചത്. മതമേലധ്യക്ഷന്മാരടക്കം ഈ ഒരു ചടങ്ങിൽ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണിപ്പൂർ വിഷയം ഒരു പരിധിവരെ BJP ക്രൈസ്തവരിൽ നിന്നും അകറ്റിയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. അതിനൊരു മാറ്റം വരിക, ക്രൈസ്തവരെ ഒപ്പം ചേർക്കുക, ചേർത്ത് പിടിക്കുക എന്നൊരു ഉദ്ദേശം തന്നെയല്ലേ, എന്നൊരു തന്ത്രം തന്നെയല്ലേ BJP പയറ്റുന്നത്? തീർച്ചയായും അതൊരു രാഷ്ട്രീയ തന്ത്രമായി തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷങ്ങൾക്ക്, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യമുള്ള ഇടങ്ങളിൽ ഒപ്പം കേരളം ഒരു വലിയ പുതിയ കേന്ദ്രമാക്കി, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യവുമായി BJP ഏറെ നാളുകളായി മുന്നോട്ട് വന്നു. പക്ഷേ വളരെ വർഷങ്ങളായി തന്നെയുള്ള പരിശ്രമം നടത്തിയിട്ടും ഒരു പാർലമെൻറ്റ് സീറ്റിലേക്ക് ജയിക്കാൻ BJPക്ക് കഴിയാത്തൊരു സാഹചര്യം, നിയമസഭാ സീറ്റിലെ ജയം തുടർച്ചയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ ഒരു സ്വാധീനം കൂടി ഉറപ്പിച്ചാൽ മാത്രമേ എന്തെങ്കിലും നേട്ടം കേരളത്തിൽ ഉണ്ടാവാൻ കഴിയുകയുള്ളൂ എന്ന് BJPക്ക് അറിയാം. അതിൻ്റെ കൂടി ഒരു ഭാഗവുമായാണ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടത്തിയ വിരുന്ന്. ഇതിനുശേഷം അടുത്ത ഇടയ്ക്ക് തന്നെ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി, കേരളത്തിലെ സഭകളിലെ മേലധ്യക്ഷന്മാരുമായി ഈ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും എന്നാണ് അറിയിക്കാൻ കഴിയുന്നത്. ഇന്നലത്തെ വിരുന്നിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കൊപ്പം ഈ വ്യവസായ രംഗത്തെ പ്രമുഖർ, കായിക താരം അഞ്ജു ബോബി ജോർജ് തുടങ്ങിയ വിവിധ തലങ്ങളിലുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അതുവഴി കൃത്യമായൊരു സന്ദേശം, ഈ പ്രധാനമന്ത്രി നിങ്ങളെ എത്രമാത്രം കരുതുന്നു, അല്ലെങ്കിൽ BJP നിങ്ങളോട് എത്രമാത്രം അടുക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദേശം നൽകുക എന്നതാണ്. ഒപ്പം അദ്ദേഹം ആ വിരുന്നിൽ നൽകിയ ഒരു വിവരം, അതായത് മാർപ്പാപ്പ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതാണ്. നമുക്കറിയാം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ നേതാവ് എന്നത് മാർപ്പാപ്പയാണ്. അദ്ദേഹത്തെ എത്തിക്കുക എന്നത് വലിയ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞതയായി വേണമെങ്കിൽ വിശേഷിപ്പിക്കും. കാരണം ഈ അയോധ്യ ക്ഷേത്രമടക്കമുള്ള നിർമ്മാണങ്ങൾ ഈ ഹൈന്ദവ മേഖലയ്ക്കായി അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കായി ചെയ്യുമ്പോൾ ക്രൈസ്തവർക്കായി നിങ്ങളുടെ ഏറ്റവും വലിയ മേലധ്യക്ഷനെ ഞങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ തലവനെ രാജ്യത്തേക്ക് എത്തിക്കുന്നു എന്നത് ക്രിസ്ത്യാനികൾക്കുള്ളൊരു ഓഫറായി വേണമെങ്കിൽ പരിഗണിക്കാം. അത്തരത്തിൽ വിശ്വാസികളെ കൂടുതലായി BJPയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനുള്ളത്. എന്നാൽ മറുവശത്ത് ഇതിനെതിരെ തടയിടാനുള്ള നീക്കങ്ങൾ ഒരു വശത്തൊന്നും ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ ക്രൈസ്തവ മത ന്യൂനപക്ഷത്തിന് മാത്രമല്ല ഈ പ്രശ്നങ്ങളുള്ളത്, അവർക്ക് മാത്രമല്ല ആശങ്കകളുള്ളത്, അത് മുസ്ലിം വിഭാഗത്തിനും ഉണ്ട് എന്ന് ഇന്നലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ ഈ ജനങ്ങളുടെ ആശങ്ക, അല്ലെങ്കിൽ വിവിധ മതവിഭാഗങ്ങളുടെ ആശങ്കകൾ കേൾക്കാൻ കേന്ദ്രം തയ്യാറാവുന്നത് നല്ലതാണ്, ഈ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാവുന്നത് നല്ലതാണ്. പക്ഷേ അത് വോട്ട് തട്ടിയെടുക്കാനുള്ള ഒരു തന്ത്രമായി മാത്രം മാറരുതെന്ന് അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. അതിനൊപ്പം CPI ബിനോയ് വിശ്വം MP ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ആദ്യം ഈ ബിഷപ്പുമാർ വിചാരധാര വായിക്കണം, മണിപ്പൂരിനെ കുറിച്ച് മോദിയോട് ചോദിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ ചോദിക്കട്ടെ, പ്രധാനമായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നൽകിയ ഉറപ്പായിരുന്നു മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുമെന്നുള്ളത്. അത് പാലിക്കാൻ പോകുന്നു മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വശത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മണിപ്പൂർ വിഷയം നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി കേരളത്തിൽ
വിലയിരുത്തുമ്പോൾ വീണ്ടും ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി ചർച്ച നടത്തും, കൂടിക്കാഴ്ച നടത്തും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം, വിശാലമായ ശ്രമം BJP നടത്തുമ്പോൾ എത്രമാത്രം ഈ BJPയുടെ ഒരു തന്ത്രത്തിൽ ക്രൈസ്തവ പ്രതിനിധികൾ, ക്രൈസ്തവർ വീഴുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും പൂർണ്ണമായി തള്ളിക്കളയാനൊന്നും കഴിയില്ല. കാരണം നേരത്തെ തന്നെ പല ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും BJPയോട് ചേർന്ന് നിൽക്കാം എന്ന അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നതിൽ വിരോധമില്ല, BJPക്ക് അയിത്തമില്ല എന്നിങ്ങനെയുള്ള ചില പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ റബ്ബർ വില വർധനവ്, റബ്ബറിൻ്റെ വിലക്കയറ്റം സൃഷ്ടിക്കുക, ഒപ്പം സഭകൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അസ്പർശത BJPയുമായി ഇല്ല എന്ന് തന്നെ പലരും പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ BJPയുമായി കൂട്ടുകൂടാമെന്ന് പറയുന്നത് പോലും ഒരു വിലക്കപ്പെട്ട വാക്കായി മാറിയ കാലത്തു നിന്നുമാണ് വലിയ പുരോഗതി ഇക്കാലത്ത് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇത്തവണയും കഴിഞ്ഞ തവണയും ഒക്കെ BJP നേതാക്കൾ ഈ ക്രൈസ്തവ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുക, ഈ ദേവാലയങ്ങൾ സന്ദർശിക്കുക. ഇന്നലെ ആണെങ്കിൽ പോലും സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ ഈ ക്രിസ്മസിൻ്റെ സന്ദേശവുമായി BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ അടക്കമുള്ള ആളുകൾ എത്തുന്ന ഒരു സാഹചര്യത്തിലും കേരളത്തിലും സമാനമായ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അങ്ങനെ ഈ ക്രൈസ്തവരുമായി കൂട്ടുകൂടാൻ കഴിയാത്തവരല്ല, അല്ലെങ്കിൽ അവരുമായൊരു സഖ്യം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമല്ല എന്ന രീതിയിലേക്ക് തന്നെ എത്തുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, തൃശ്ശൂർ പോലുള്ള ലോക്സഭാ മണ്ഡലത്തിലൊക്കെ ഈ BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഇടമാണ്. സുരേഷ് ഗോപിക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹം അവിടെ കേന്ദ്രമാക്കി നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ, ഒപ്പം അവിടെയൊക്കെ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായൊരു സ്വാധീനമുള്ളതാണ്. നിലവിലെ BJP സംഘടനാ ശക്തിക്കൊപ്പം, അല്ലെങ്കിൽ നിലവിൽ ലഭിക്കുന്ന വോട്ടുകൾക്കൊപ്പം വളരെ ചെറിയ ഒരു ശതമാനമെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ വന്നാൽ അത് വലിയ നേട്ടമാകുമെന്ന് കരുതാം. അതാണ് ഈ മാർപ്പാപ്പ എത്തുമെന്നുള്ള ഓഫറൊക്കെ നൽകുമ്പോൾ അവർക്കൊരു വലിയ ഓഫറാണ് നൽകുന്നത്. കാരണം ഇത് ഞങ്ങൾ എത്തിക്കുന്നു, മാർപ്പാപ്പയെ എത്തിച്ച്, നിങ്ങളുടെ പരമോന്നത നേതാവിനെ എത്തിച്ച് നിങ്ങളോടുള്ള ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ മാർപ്പാപ്പയുമായുണ്ടായ കൂടിക്കാഴ്ച സവിശേഷമായ ഒരു അനുഭൂതിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു അനുഭൂതിയാണെന്നൊക്കെ പ്രധാനമന്ത്രി പറയുക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ സഭകളെ, അല്ലെങ്കിൽ ആ സഭയിലെ വിശ്വാസികളെ കൂടുതൽ തങ്ങളോട് അടുപ്പിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ BJP നേതൃത്വത്തിനുണ്ട്. കുറച്ച് നാളുകളായി ചെയ്തു വരുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് അത് കുറച്ചുകൂടി വിശാലമാക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ നേരത്തെ തുടങ്ങിയ ഈ എഞ്ചിനീയറിങ്ങിന് ഈ മണിപ്പൂർ പോലെയുള്ള ചില വിഷയങ്ങൾ ഒരു തടസ്സമായി മാറിയിരുന്നു. വലിയ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ BJPക്കുണ്ടായിരുന്നു. എന്നാൽ ആ അകൽച്ച ഇപ്പോൾ പരിഹരിക്കുകയാണ് ക്രിസ്മസ് വിരുന്നിലൂടെ BJP ലക്ഷ്യമിടുന്നത്. അടുത്തതായി മാർപ്പാപ്പയെ കേരളത്തിലും ഇന്ത്യയിലും എത്തിക്കുന്നതിനോട് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെത്തുമ്പോൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പ്രമുഖരുമായുമൊക്കെ ആശയവിനിമയം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുന്നതും ഇതിനു വേണ്ടി തന്നെ ആണ്. തീർച്ചയായും. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.